പള്ളിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ജീവിച്ചു പോരുന്നത് ലോകവ്യാപകമായുണ്ട്. മദീനയിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പള്ളി സ്ഥാപിച്ചത് മുതൽ എന്ന് പറയാം. അതിന് മുന്നൊക്കെ പറയാനൊക്കെ പറ്റും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയത് മുതൽ എന്നൊക്കെ പറയാം. പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നു. കേരളീയർക്ക് പ്രത്യേകമായുള്ളതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ ജീവിച്ചു പോരുക എന്നത്. ഏകദേശം ഒരു മനുഷ്യന് ഒരു 50 വയസ്സായതിൻ്റെ ശേഷം പഠിച്ചോനെ ഒന്ന് നേരാണല്ലോ എന്ന് തോന്നിയാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടി വരില്ല. എല്ലാം നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ടാവും, എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. അതിൻ്റെ ഒരു കാരണം മദ്രസയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് പലതും ഓർമ്മയില്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈമാൻ കാര്യം വരെ ഓർമ്മയില്ലാതായിട്ടുണ്ട് എന്നൊരു സംഭവം നമ്മൾക്കുണ്ട്. നമ്മളൊക്കെ പഠിച്ചതനുസരിച്ച് ഈമാൻ കാര്യം 6 ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 വിശ്വസിക്കാൻ വേറെയുണ്ട്. ഇസ്ലാം കാര്യം വിശ്വസിക്കണം. ഈമാൻ കാര്യം മാത്രം വിശ്വസിച്ചാൽ പോരാ, ഇസ്ലാം കാര്യം വിശ്വസിക്കണം. നമ്മുടെ മദ്രസയിൽ 2 തരത്തിലുള്ള പുസ്തകമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഒന്ന് ദീനിയാത്ത് എന്നൊരു പുസ്തകം, പിന്നെ അമലിയാത്ത് എന്നുണ്ട് വേറൊരു പുസ്തകം. പിന്നെ കുറേ വലുതാവുമ്പോൾ താരീഖ്, തജ്വീദ്, ലിസാനുൽ ഖുർആൻ അങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ പിന്നെ വരും. അടിസ്ഥാനമായിട്ടുള്ള പുസ്തകങ്ങൾ 2 ഒന്ന് ദീനിയാത്ത്, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബ്. മറ്റൊന്ന് അമലിയാത്ത്, കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബ്. കർമ്മപരത്തിന് ഫിഖ് എന്ന് വേറൊരു പേരുണ്ട്. ആ കുട്ടികൾ കുറച്ച് വലുതാവുമ്പോൾ പിന്നെ ഫിഖ്, കിതാബുൽ ഫിഖ് എന്ന് പറയും. വിശ്വാസപരമായ കാര്യങ്ങൾ ദീനിയാത്തിന് വേറൊരു പേരുണ്ട്, അഖായിദ് എന്ന് പറയും. അതും കുട്ടികൾ ദേശം വലുതാവുമ്പോൾ പിന്നെ പറയും. അപ്പോൾ 2 തരത്തിലുള്ള കിതാബാണ് ഉള്ളത്. ഒന്ന് ദീനിയാത്ത്, ഒന്ന് അമലിയാത്ത്. ഇതിൽ ഇസ്ലാം കാര്യം പറയണ പാടുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്തിലാന്ന് നമുക്ക് തോന്നുന്നത്, പക്ഷെ അത് ദീനിയാത്തിലാണ്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്. ഇസ്ലാം ഈമാൻ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ഇസ്ലാം കാര്യം 5 എന്നുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്തിലാണ്, പക്ഷെ ആ പാടുള്ളത് ദീനിയാത്തിലാണ്. അതെന്താ ദീനിയാത്തിൽ വരാൻ കാരണം? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഈ 5 കാര്യം വിശ്വസിക്കണം. നിസ്കാരം ഒരാൾ നിഷേധിച്ചാൽ കാഫിറാവും. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവില്ല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല, നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. ഹജ്ജിന് പോയില്ലെങ്കിൽ കാഫിറാവൂല, ഹജ്ജിനെ നിഷേധിച്ചാൽ കാഫിറാവും. അപ്പൊ ഇസ്ലാം കാര്യം 5 വിശ്വസിക്കാനുള്ളത് തന്നെയാണ് എന്നർത്ഥം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 5, 6, 11 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 11 ഒതുങ്ങൂല. 11ന്റെ അനുബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല, കുറേ കാര്യങ്ങളാണ്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അതൊക്കെ വിശ്വസിക്കണം. വഖായിമുൻ ഗാനി വവാഹീദുൻ വഹി ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ, അതൊക്കെ വിശ്വസിക്കണം. സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു, ഇതൊക്കെ വിശ്വസിക്കണം. ഇനി അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, അത് കുറേ വിശ്വാസമാണ്. 1,24,000 അമ്പിയാക്കളെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാവരും വിശ്വസിക്കണം. അതിൻ്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തിമുൽ അംബിയ ആണെന്ന് വിശ്വസിക്കണം. അമ്പിയാക്കളുടെ ഇസ്മത്ത് എന്ന പാപ സുരക്ഷിതത്വത്തെ വിശ്വസിക്കണം. ഈ 1,24,000 അമ്പിയാക്കളെ അള്ളാഹു അയച്ചതിൽ കുറച്ചാളുകൾ മുർസലീങ്ങളാണെന്ന് വിശ്വസിക്കണം. അതിൽപ്പെട്ട തന്നെ 5 പേര് ഉലുൽ അസ്മുകളാണെന്ന് വിശ്വസിക്കണം. ചില ആളുകൾക്ക് ശ്രീബുദ്ധൻ പ്രവാചകനാണെന്ന് അഭിപ്രായമുണ്ട്. ശ്രീബുദ്ധൻ പ്രവാചകനാണ്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മളെ അഭിപ്രായം.
അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പാടില്ല. അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുക എപ്പോഴാണ്? ഷിർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടും. അതില്ലെങ്കിൽ നബി ആകണേന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ആയിക്കോട്ടെ നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതേസമയത്ത് മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞു, ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ് എന്നതിന് അത് എതിരാവും. അതുകൊണ്ട് സമ്മതിക്കൂല. തന്നെ സംഗതി. ചില ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണെന്ന അഭിപ്രായമുണ്ട്. ചിലവർക്ക് എന്നാ പറഞ്ഞത്, നമുക്ക് എന്നല്ല കേട്ടോ, ചിലവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായം എന്താ? ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആണെന്നുമില്ല അല്ലാന്നുമില്ല, ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അതേസമയത്ത് മുസൈലിമത്തുൽ കദ്ദാബ് പ്രവാചകനാണ് എന്ന് പറഞ്ഞു, സമ്മതിക്കൂല. എന്താ കാര്യം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ് എന്ന വിശ്വാസത്തിന് അത് എതിരാകും, അതുകൊണ്ട് സമ്മതിക്കൂല. അപ്പോ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസമാണ്. എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പം എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല. അറിയാം, പക്ഷെ അറിയൽ നിർബന്ധമൊന്നുമില്ല. എൻ്റെ വല്ലിപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല, സംഗതി അറിയാം. വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേരും അറിയൽ നിർബന്ധമൊന്നുമില്ല, സംഭവം അറിയാമെന്ന് മാത്രം, നിർബന്ധമല്ല. വാപ്പാൻ്റെ പേരിനെ നിർബന്ധമില്ല, പിന്നെ വല്ലിപ്പാൻ്റെ ഏതായാലും നിർബന്ധമില്ല. അതേസമയത്ത് മുഹമ്മദ് നബിയുടെ 20 വാപ്പാരെ പേര് അറിയൽ നിർബന്ധമാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുവൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മൂളറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിഹി തിബിയാനു. എവിടെ ഉണ്ട്? മദ്രസയിലെ ബുക്കിൽ ഉണ്ട്, നമ്മൾ മറന്നതാണ്. സംഭവം ഉണ്ട്, മദ്രസയിലെ ബുക്കിലുണ്ട്. നബി തങ്ങളുടെ 20 വാപ്പാരെ പേരുണ്ട്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഇനിയിപ്പോൾ കാട്ടാനുള്ളത് ഒന്നുകിൽ മദ്രസയിലെ ബുക്ക് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ വല്യമ്മാൻ്റെ 15 കേട് നോക്കിയാലും കിട്ടും, അതിലുണ്ടാവും. വല്യമ്മാരുടെ അടുത്തുണ്ടാവും ഒരു 15 കേട്. അതിലുണ്ട് കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞിട്ട് മജ്ലിസ് നൂറൊക്കെ പോലത്തെ വേറൊരു സാധനം. മജ്ലിസ് നൂറിൻ്റെ അതിലുണ്ടാകുന്ന പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സാധനം ഉണ്ടാവും, കിഫായത്തുൽ അവാം. അതിന് വേറെയും പേരുണ്ട്, കിഫായത്തുൽ ഈമാൻ, വേറെയും പേരുകളുണ്ട്. മഹാനായ സയ്യിദുന അഹ്മദ് അൽ മർസൂഖി എന്ന വലിയൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കിഫായത്തുൽ അവാം. ഈമാൻ കാര്യം ചുരുക്കി പറഞ്ഞ കിതാബാണ്. ഉരുളാക്കിയിട്ട് ഇങ്ങനെ ക്യാപ്സൂളാക്കിയിട്ട് ഈമാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 25 അമ്പിയാക്കളെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ 25 അമ്പിയാക്കളുടെ പേരറിയൽ നിർബന്ധമാണ്. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖും കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹുത്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽയസ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബ. എവിടെ ഉണ്ട്? മദ്രസയിലെ ബുക്കിലുണ്ട്. അത് പഠിപ്പിക്കാനാ പഠിപ്പിക്കാനപ്പം നമ്മൾ മദ്രസ ഉണ്ടായിക്കണേ. മദ്രസയിലെ ബുക്കിലുണ്ട്. അറിയാത്തവരിഞ്ഞിപ്പോൾ എന്താ കാട്ടുക? ഒന്നുകിൽ കുട്ടികളെ മദ്രസ ബുക്ക് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വല്യമ്മാൻ്റെ 15 വേർഡ് വാങ്ങിയിട്ട് അതിൽ നോക്കിയാൽ മതി. എന്താ ഈ വല്യമ്മാൻ്റെ 15 വേർഡ് എന്ന് പറയാൻ കാരണം? വല്ലിപ്പാക്ക് ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. വല്ലിപ്പാക്ക് ആയാതി പരിപാടിയൊന്നുമില്ല. വല്ലിപ്പാക്ക് ഖുറാനോത്തില്ല, ഏടില്ല, ഓത്തില്ല, പാട്ടില്ല, മൗലുദില്ല, ഒരു പരിപാടിയില്ല. വല്ലിപ്പാൻ്റെ പരിപാടി എന്താ വെച്ചാൽ റമദാൻ 1 അന്ന് ളുഹുർക്ക് പള്ളിയേക്കൊണ്ട് വരും. അങ്ങനെ ളുഹുർസ്കാരം കഴിഞ്ഞിട്ട് ആ മുസാഫിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു തുടങ്ങല്. ആ ഒരു 1.5 തുടങ്ങലേക്കാരം. ഒരു 4 പേജ് കഴിയുമ്പോഴേക്ക് വാട്സപ്പിൽ മെസ്സേജ് വരും, വല്ലിപ്പ അന്നണ്ട് പോയാൽ പിന്നെ വരെ 22 അന്നാണ്. അത് വെള്ളിയാഴ്ചയും കൂടിയും ചേർന്ന് വന്നാൽ, അല്ലെങ്കിൽ അന്നും കാക്കണ്ട എന്നുള്ളതാണ്. പിന്നെ പെരുന്നാൾക്ക് കാത്താൽ മതി. അതാണ് വല്യമ്മാനെ പറയാൻ കാരണം. നിങ്ങളിനോട് ഈറടിച്ചിട്ടൊന്നും കാര്യമില്ല. വല്യമ്മ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ റമദാനൊക്കെ ആകുമ്പോൾ
റമദാൻ 28-നോ 29-നൊക്കെ ഒരു ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് മഹല്ലിലൊരു പരിപാടി വെക്കും, ഖുത്ബോധന മഹല്ലിൽ. അപ്പം എല്ലാവരോടും പറയും നമുക്ക് ദ്വാരക്കുമ്പോൾ ഒരു ഉഷാറ് കിട്ടാൻ എല്ലാവരും ഓദ്യ ഹത്തത്തിൻ്റെ എണ്ണം ഒന്ന് ചെറിയൊരു കടലാസിൽ എഴുതി കൊണ്ടുണ്ടു എന്ന് പറയും. വല്ലിപ്പാരൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് തീരാൻ പോണു എന്നേ ഉള്ളൂ. വല്യമ്മ 4-5 ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വല്യമ്മാനെ പറയണതിൻ്റെ കാരണം. ഖുർആനോത്തിലും മൗലൂദോദനയിലും ദിക്റും സലാത്തിലൊക്കെ ഓല് വളരെ മുമ്പന്തിയിലും നമ്മൾ വളരെ ബാക്കിലുമാണ്. സംഗതി ഇപ്പം നമ്മളൊക്കെ ഒരു വർഗ്ഗമാണ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഉള്ള മാതിരി പറഞ്ഞതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാവണം, ലേശം കൂടി ഒന്ന് ഉഷാറാവണം. വളരെ ചുരുങ്ങിയ പരിപാടിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം. കുറഞ്ഞ പരിപാടി, ഒരു സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഓതുക, ഒരു തബാറക്ക എല്ലാ ദിവസവും ഓതുക. ഒന്ന് ദുന്യാവുക്കുള്ളതും ഒന്ന് ആഖിറത്തുക്കുള്ളതും എന്ന് പൊതുവെ പറയാന്നേ ഉള്ളൂ. സംഗതി രണ്ടും ആഖിറത്തുക്കുള്ളത് തന്നെയാണ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാരിദ്ര്യം പേടിയില്ലാത്ത ആരുമില്ല. 15 സൂപ്പർ മാർക്കറ്റ് ഉണ്ടായാലും ദരിദ്രനാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ടി വരില്ല. അത് 15 ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫക്കീറാവാൻ 1 മിനിറ്റ് മുഴുവൻ വേണ്ട. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിയാൽ അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല. ദാരിദ്ര്യം പേടില്ലാത്ത ആരുമില്ലല്ലോ. ഈ അബദൻ എന്ന് പറഞ്ഞതിന് വേറെ അർത്ഥം കൂടി ഉണ്ട് എന്നാണ്. അബദൻ എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ വരൂല എന്ന് മാത്രമല്ല, ആഖിറത്തിലും വരൂല എന്നാണ്. ആഖിറത്തിലൊരു ദാരിദ്ര്യം ഉണ്ട്. എന്താ ആഖിറത്തിലെ ദാരിദ്ര്യം? എല്ലാ റമദാൻ മാസത്തിലും ഉംറക്ക് പോയതും എല്ലാ ഹജ്ജ് മാസത്തിലും ഹജ്ജിന് പോയതും മദ്രസപ്പണിക്ക് 2500 കൊടുക്കലും പള്ളിക്കത്തെ പായ് മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തതും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മഹ്ശറിലാണ് ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ ഓരിച്ച് തീർന്ന അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ. അതൊരു ദാരിദ്ര്യമാണ്. അതും വരൂല എന്നാണ് സൂറത്തുൽ വാഖിയ പതിവാക്കിയ ആൾക്ക്. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റേജ് മുള്ളവരൊന്നും മേടിച്ചോളി, സദസ്സൊന്നും മേടിച്ചോളി, എല്ലാവരും മേടിച്ചോളി. കായ് എല്ലാവരും കൊടുക്കിയിട്ടാണ് ഈ പരിപാടിക്കുള്ള പൈസ എല്ലാവരും ഉള്ളതിന് എടുക്കി കായ് കൈ പിടിച്ച് പൈസ കൈ പിടിക്കുന്നിട്ടാണ് അടുത്ത കാര്യം പറയാൻ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ആ പൈസ എടുക്കാനാണ് ചെല്ലിയത്. എടുത്തില്ലേ? ഇനി പോലെ അങ്ങനെ ആളങ്ങനെ വരുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. ഇങ്ങോട്ട് നോക്കണം, എന്നാലേ വയതറിയാം. നോട്ടം ഇങ്ങോട്ട് എടുക്കാൻ പിന്നെ ഒന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇട്ടുകൊടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. എടുക്കാൻ നോക്കിയില്ലെങ്കിൽ വല്ല വല്യമ്മാൻ്റെ ഗോരോജനാഥിൻ്റെ പൈസ എടുത്തുങ്ങാണ്ട് ഇട്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് എടുക്കാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് വെച്ചത്. ഇടാൻ നോക്കണ്ട, അങ്ങോട്ട് നോക്കാം എല്ലാവരും. അങ്ങനെ അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور. يا نبي سلام عليكم, يا رسول سلام عليكم, يا حبيب سلام عليكم, صلوات الله عليكم. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് 6ആണ്. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6അല്ല. ഇസ്ലാം കാര്യങ്ങൾ എന്നത് 5ആണ്. പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ 5അല്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6ഒന്നല്ല. 6ഉം 5ഉം 11ഉം ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കും ഉണ്ട്. അതിനെ ചുരുക്കി പറയാമെന്ന് മാത്രം.
അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല, കുറേ വിശ്വാസങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ്, എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല, വല്ലിപ്പാൻ്റെ പേര് ഏതായാലും അറിയണ്ട. എൻ്റെ വാപ്പാൻ്റെ പേര് അബൂബക്കർ എന്നാണ്, വല്ലിപ്പാൻ്റെ പേര് അഹമ്മദ് എന്നാണ്, വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അബ്ദുറഹ്മാൻ എന്നവരുടെ വാപ്പാൻ്റെ പേര് മരക്കാർ എന്നാണ്. എനിക്കൊരു 25 വാപ്പാരുടെ പേരറിയാം. കാണാതെ അറിയുന്നല്ല, നോക്കിയിട്ട് അറിയാൻ പറ്റും, പക്ഷെ നിർബന്ധമില്ല. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരുടെ പേരറിയൽ ഈമാൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മദ്രസയിലെ ബുക്കിലുണ്ട്, മറന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. എന്താണ് ഈ മറക്കണതിൻ്റെ ഒരു കാരണം എന്നത് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാം. അതിനൊരു കാരണമുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാന്റെ 20 വാജിബായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അള്ളാഹുവിൻ്റെ 20 മുസ്തഹീലായ സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറന്നതാണ്. അങ്ങനെ മറക്കാൻ പാടില്ല. ഈമാൻ കാര്യം കൂടി മറന്നാൽ പിന്നെന്താ അതിൻ്റെ അവസ്ഥ? പിന്നെന്താ നമ്മൾ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് രണ്ടാക്കി മാറ്റാണ്ടായ കാരണം? അതൊരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നു. തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല, എന്നാൽ ഞങ്ങൾക്ക് പരിചയവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളെ ഞങ്ങൾക്ക് പരിചയമില്ല, എന്നാൽ യാത്രയുടെ അടയാളം കാണാനില്ല. മനുഷ്യരൂപത്തിൽ വന്നു. കാലിൻ്റെ മുട്ടിനോട് മുട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നു കൊണ്ട് മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ഇസ്ലാം എന്താണ്? അപ്പോൾ 5 കാര്യം പറഞ്ഞു. വമൽ ഈമാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഇലാ ആഖിരി പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, മതസ്സാ ഖിയാമത്ത് നാൾ എന്നേക്കാരെന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ചോദിച്ചത് 2 ആളുകളാണ്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിച്ചത് ഈ സന്ദർഭം. വേറൊന്ന് ഒരിക്കൽ ഒരു സഹാബി വര്യൻ, മലം പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹാബി നബി തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാൾ എന്നാകുന്നു? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, വമാ അഹദത്തലഹ, ഡേറ്റ് എന്നായാൽ എന്താ? നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എൻ്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു വർത്താനാണ് ശരിക്കത്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണ് ആ പറഞ്ഞത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കുമെന്ന്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസാണ് ഇപ്പോൾ റബീഉൽ ആഖിർ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആള് ജീലാനി ഷെയ്ഖിന്റെ കൂടെയായിരിക്കും. സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസാണ് അടുത്തത്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന ആൾ അവരുടെ കൂടെയായിരിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആൾ മുത്ത് നബിയുടെ കൂടെയായിരിക്കും. കൂടാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫിർദൗസിലാണ് പുണ്യ നബി ഉണ്ടാകുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെ ഈ ചരിത്ര പഠനം എന്ന് പറഞ്ഞത് നമ്മൾ വലുതായതിൻ്റെ ശേഷം പഠിക്കണമാണ് ശരിക്ക്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ചരിത്രം പഠിപ്പിക്കണം എന്നാണ്. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പഠിപ്പിക്കണം. നബി തങ്ങളുടെ ചരിത്രം പഠിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മളെ റബീഉൽ അവ്വൽ 12-ന് നമ്മളെ നാട്ടിലൊക്കെ നബിദിന പരിപാടി ഉണ്ടാവും. പക്ഷേ കുട്ടികൾ പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. വലിയ അവിടെ എന്തുണ്ടായി, ഇവിടെ എന്തുണ്ടായി, സുഡാനിൽ എന്തുണ്ടായി എന്നൊക്കെ പഠിപ്പിക്കുക. ശരിക്കും കുട്ടികൾ പറയേണ്ടത് കുട്ടികളുടെ പ്രവാചകൻ നബി തങ്ങളുടെ കുട്ടിക്കാലം, ഇതൊക്കെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം പഠിക്കാൻ മാത്രമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കാൻ പഠിച്ചത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. ഹലീമത്തു സഅദിയ, ഹലീമ ബീവിയാണ് നബിനെ വർത്താനം പറയാൻ പഠിപ്പിച്ചത്.
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന ആള് ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചിട്ടുള്ളത്. മക്കക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കയിലുള്ളത് കച്ചവടക്കാരാണ്, വർത്തക മുതലാളിമാരാണ്, കച്ചവടക്കാരാണ്. കച്ചവടക്കാരായതുകൊണ്ട് തന്നെ വർത്താനം പറയുമ്പോൾ എല്ലാ ഭാഷയും ഉണ്ടാവും. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ കുറച്ചാലും ജിദ്ദയിലൊക്കെ കുറച്ചാലും പോയി നിന്ന ആൾ പിന്നെ നാട്ടിൽ വന്നാൽ ഓൻ വർത്താനം പറയുമ്പോൾ അതിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും ഒക്കെ ഉണ്ടാവും. അങ്ങാടിയത്തെ ഒരു വർത്താനം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ നബി തങ്ങൾ വർത്താനം പറയുമ്പോൾ അറബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും പരിശുദ്ധമായ അറബി. അതിന് മുത്തുനബി തന്നെ കാരണം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ അറബി സംസാരിക്കുന്ന ആൾ ഞാനാണ്. കാരണം ഞാൻ സഅദിയ ഗോത്രത്തിൽ നിന്നാണ് സംസാരം പഠിച്ചത്. 3-ാമത്തെ വയസ്സിൽ ഹലീമ ബിയുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. മുലയൂട്ടാൻ വേണ്ടി ഉമ്മയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൽ നിന്ന് നബി തങ്ങളെ വാങ്ങി ഹലീമ ബി റളിയല്ലാഹുവിനെ കൊണ്ടുപോയി. 2 വർഷത്തിനാണ് കരാറ്. അതിൻ്റെ ഇടയിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഒന്ന് കൊടുന്ന് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിർത്തി ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെയും കൊണ്ടുപോകും. 2-ാം കൊല്ലം പൂർത്തിയാകുമ്പോൾ വീണ്ടും മുലകുടി മാറ്റിയിട്ട് കൊണ്ടുവരും. പക്ഷെ നബി തങ്ങളെ 3-ാം പ്രാവശ്യവും കൊണ്ടുപോയി. 2 വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുന്നാക്കാൻ വേണ്ടി വന്നു. കുറച്ചും കൂടി ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം വാങ്ങിയിട്ട് 3-ാമതും കൊണ്ടുപോയി. 3-ാമത് കൊണ്ടുപോയ സമയത്താണ് നെഞ്ച് കിളർത്തിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത സർജറി നടത്തിയ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടയാളം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കെട്ടുകഥയല്ല എന്നർത്ഥം, ഒറിജിനൽ സർജറി തന്നെയായിരുന്നു. ഹൃദയം പുറത്തെടുക്കുകയും കഴുകി വൃത്തിയാക്കി അതേ സ്ഥാനത്ത് മടക്കി വെച്ച് തുന്നിക്കെട്ടി അവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നത് ഒറിജിനലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തത്ഹീറിനെ കുറിച്ച് സയ്യിദുൽ ഉലമ പറയണ്ടായി, ഒറിജിനലാ. എന്താ കാരണം? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ സർജറി നടന്ന സ്ഥലം എനിക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാതെ കാണൂല, കാരണം നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർട്ട് ധരിക്കാതെ, കമീസ് ധരിക്കാതെയോ ഷർട്ട് ധരിക്കാതെയോ കുപ്പായം ധരിക്കാതെ ഇരിക്കാറില്ല. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കുപ്പായം ധരിക്കാത്ത സമയം തെരഞ്ഞെടുത്തിട്ട് കിട്ടിയില്ല. പൂർവകാല വേദങ്ങളിൽ നിന്ന് അദ്ദേഹം നബി തങ്ങളുടെ മുതുകത്ത് പ്രവാചകത്വം അറിയിക്കുന്ന ഒരു അടയാളമുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. മദീനയിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ അടിമയായാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിച്ചേരുന്നത്. അപ്പോഴാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. താൻ പഠിച്ചതനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നബി തങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. സ്വതക്ക ഭക്ഷിക്കയില്ല എന്നതായിരുന്നു 1-ാമത്തെ ലക്ഷണം. അത് നബി തങ്ങളിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ ഭക്ഷിക്കുമെന്നതായിരുന്നു 2-ാമത്തെ ലക്ഷണം. അതും നബി തങ്ങളിൽ കണ്ടു. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു അടയാളം മുതുകത്തുണ്ട് എന്നതായിരുന്നു 3-ാമത്തെ ലക്ഷണം. എങ്ങനെ നോക്കിയിട്ടും കാണാനില്ല, കാരണം നബി തങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സ്വഹാബികളിൽപ്പെട്ട ഒരു പ്രമുഖനായ ആൾ മരണപ്പെട്ടു. എല്ലാവരും ജനാസ മറവ് ചെയ്യുന്നതിന്, ഖബറ് കളക്കുന്നതിന്, കുളിപ്പിക്കുന്നതിന്, കഫൻ ചെയ്യുന്നതിനൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുത്തുനബിയുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ അൽ ഫാരിസിയും വന്നു. ഖബറ് കളക്കണതിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് വലത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി കാണാണ്ടോന്ന്. നബി തങ്ങൾ ഖബറ് കളക്കാൻ കൂടെയുണ്ട്, കുപ്പായം കഴിച്ചിട്ടില്ല. പിന്നൊന്ന് ഇടത്തെ സൈഡിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി കാണാണ്ടോന്ന്. അങ്ങനെ 2 സൈഡിലും മാറി മാറി മറവിയൽ കയ്യോളം നോക്കിയിട്ടും കണ്ടില്ല. എല്ലാവരും മറവ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം പോയപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാനെ വിളിച്ചു. സൽമാനല്ലേ ആ നിൽക്കണെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, ഇവിടെ വാറണം. കുപ്പായത്തിൻ്റെ കുടുക്കഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു.
ഇതല്ല ജാ നോക്കുന്ന സംഭവം എന്ന് ചോദിച്ചപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് വന്നത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാം. ഞാനിത് പറഞ്ഞത് നബി തങ്ങൾ കുപ്പായിടാതിരിക്കലില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സമയങ്ങളിലും അങ്ങനെയായിരുന്നു. അപ്പോൾ നെഞ്ച് പിളർന്ന അത്ഭുത സംഭവം ഉണ്ടായി എന്നല്ല, നെഞ്ച് കീറിയ സ്ഥലം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വയസ്സ് കഴിഞ്ഞ് നബി തങ്ങളെ കൊടുന്നാക്കി ഹലീമ ബിവി റളിയല്ലാഹു അൻഹ പോയി. നബി തങ്ങൾ മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് നബിനെ കാണാനില്ലാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ മുത്തലിബ് എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ചു, കാണാനില്ലാതെ വന്നപ്പോൾ മൊത്തത്തിൽ വിളംബരം ചെയ്തു, മുഹമ്മദിനെ കാണാനില്ല എന്ന് പരസ്യം ചെയ്തു. എവിടെ അന്വേഷിച്ചിട്ടും കാണാനില്ല. അവസാനം മുഹമ്മദിനെ തിരിച്ചു കിട്ടിയാൽ ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം ദാനം ചെയ്യാമെന്ന് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കി. പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ ചെന്ന് കഅബയുടെ കില്ല പിടിച്ച് ദുആ ചെയ്തു. അപ്പോൾ ഒരു അശരീരി കേട്ടു, യമനിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയിലേക്ക് പ്രവേശിച്ചാൽ വലതുഭാഗത്ത് കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ മുഹമ്മദ് ഉണ്ട് എന്നതായിരുന്നു അശരീരി. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും അശരീരിയിൽ പറഞ്ഞ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. യമനിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്ത് കണ്ട മരച്ചുവട്ടിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തിന്റെ ചില്ലകൾ ഒഴിച്ചുകൊണ്ട് കളിക്കുകയായിരുന്നു. അവിടുന്ന് നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബ് തന്റെ നേർച്ച നിറവേറ്റുകയുണ്ടായി എന്നാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാ വെച്ചാല് കുട്ടികൾക്ക് കുട്ടിയായ നബിനൊന്ന് പഠിപ്പിക്കണം. ആദ്യം നമ്മള് ഈമാനിന്റെ അസ്ല് മുസ്തഫായ നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖു തസ്ലീമു വൽ ഖബൂലു. സയ്യിദുനാ അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് വകുല്ലു മാ ആതാ ബിഹിർ റസൂലു. അതാണ് ഈമാനിന്റെ അസ്ല് എന്ന് പറയുന്നത്. അതുണ്ടാവണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യമുണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാൻ വേണ്ടി ഈ 5 കൊല്ലം വേണമെങ്കിൽ നുണ പറയാതെ ഇരുന്നോക്കാം. 5 കൊല്ലം കഴിഞ്ഞിട്ട് വാർഡ്ക്ക് മത്സരിക്കാണ്ട്. അപ്പോൾ തൽക്കാലം നല്ല കുട്ടിയായിട്ട് ഈ 5 കൊല്ലം നുണയൊന്നും പറയില്ല, തുണിങ്ങൊന്നും മടക്കി കുത്തൂല, നല്ല ആൾക്ക് ഇങ്ങനെ നിര്യാളിൻ്റെ താഴത്തേക്കൊന്നും വലിച്ചേക്കൂല. അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് മത്സരിക്കാനുള്ളതാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ട് നുബുവത്ത് കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് 3-ാമത്തെ വയസ്സിൽ നുണറിയാതിരിക്കാൻ കഴിയൂല. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. നബി തങ്ങളുടെ ഔറത്ത് പോലും ആരും കണ്ടിട്ടില്ല എന്നാണ്. കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരികയാണ് എല്ലാവരും. കഅബ നബി തങ്ങളുടെ കാലത്ത്, ഖുറൈശികളുടെ കാലത്ത് കഅബന്റെ പുനർനിർമ്മാണം നടന്നു. ആ പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാവരും കഅബ ഉണ്ടാക്കാൻ വേണ്ടി കല്ല് കൊണ്ടുവരുന്നുണ്ട്. കല്ല് തലയിലേറ്റാൻ വേണ്ടിയിട്ട് തുണി അഴിച്ചിട്ട് തരിക ചിക്കാണ് എല്ലാവരും. അത് പ്രശ്നമില്ല, കാരണം കഅബയുടെ അടുത്ത് അവർ വസ്ത്രം ധരിക്കാതെ പലപ്പോഴും നിൽക്കലുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് അവർ കണ്ടിരുന്നത്. എല്ലാവരും തുണി അഴിച്ചാണ് തലയിൽ വെച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോഴേക്ക് ബോധരഹിതനായി. അങ്ങനെ പോലും നബി തങ്ങളുടെ ഔറത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. കുട്ടികൾക്ക് ഈമാൻ ശരിയാണെങ്കിൽ മുഹമ്മദ് നബിന്റെ കുട്ടിക്കാലം മുതലെല്ലാം പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന് ഒറ്റ അസ്ലാണുള്ളത്, നബി തങ്ങളോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നുള്ളതാണ്. സ്വർഗം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നുള്ളതാണ്. നരകണ്ട് എന്നുള്ളതിന്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നുള്ളതാണ്. ഗൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കുന്ന അനുഭവം സക്കറാത്തുൽ മൗത്താണ്. പക്ഷെ ഇന്ന് വരെ അത് അനുഭവിച്ച ആരും നല്ല വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മറഞ്ഞ വിശ്വാസങ്ങൾ, ഗൈബിയായ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആദ്യമായി അനുഭവിക്കേണ്ട അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരണത്തിന്റെ വേദനയാണ്. എന്നാൽ ഇന്ന് വരെ മരിച്ചൊരാളും നല്ല വരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ നമ്മളത് വിശ്വസിക്കുന്നതിന്റെ കാരണം? സക്കറാത്തുൽ മൗത്ത് എന്നത് വിശ്വസിക്കുന്നതിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നു എന്ന വിശ്വാസമാണ്. മീസാൻ എന്ന തുലാസ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന വിശ്വാസം വന്നതാണ്.
അത് നമ്മളെല്ലാവരും പരിശോധിച്ചാലും കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ആദ്യമായി വിശ്വസിച്ച ആള്. എന്താ കാരണം? നബി തങ്ങളിൽ താല്പര്യം ഉണ്ടായതാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം വന്നതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ മഹാനവറുകൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം വന്നു. കച്ചവടക്കാരനായിരുന്നു, കച്ചവടത്തിന് പോയി. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അത്ഭുതകരമായ സ്വപ്നം കണ്ടു. രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ചന്ദ്രൻ ഉദിച്ചിട്ടില്ലാത്ത ഒരു ദിവസം പെട്ടെന്ന് ചന്ദ്രൻ ഉദിച്ചു വന്നതായിട്ട് സ്വപ്നം കണ്ടു. ഉദിച്ചു വന്നു എന്ന് മാത്രമല്ല, മാനത്തല്ല, താഴത്താണ്, കുറച്ച് താഴത്താണ് ഉദിച്ചിട്ടുള്ളത്. ഉദിച്ചതിന് ശേഷം ആ ചന്ദ്രൻ ചെറിയ 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 കഷ്ണങ്ങളായി മാറി. എന്നിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോയി. ഉറക്കത്തിലാണ് എന്തും കാണാലോ, പോയി. കുറെ കഴിഞ്ഞ് പോയ കഷ്ണമൊക്കെ ഇങ്ങോട്ട് തന്നെ വന്ന്. എന്നിട്ട് അത് കൂടിയിട്ട് പഴയതുപോലെ വലിയൊരു ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു. ആ ചന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ മൂപ്പർ അതിങ്ങനെ അണഞ്ഞു കൂട്ടി ഇങ്ങനെ പിടിച്ചപ്പണ്ട് ഉണർന്നു. സ്വപ്നം കഴിഞ്ഞു. സാധാരണ കാണുന്ന സ്വപ്നം പോലെയല്ലാത്ത ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു വേദപണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ ചെന്നു. തൻ്റെ സ്വപ്ന വിവരം പറഞ്ഞ് അതിൻ്റെ താബീർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിൻ്റെ താബീർ എന്ന് പറഞ്ഞു. കച്ചവടം കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ലാനത്താക്കപ്പെട്ട അബൂജാഹിൽ എന്നിട്ട് ചോദിച്ചു, അബൂബക്കറെ, എൻ്റെ അടുത്ത് നാട്ടിലത്തെ വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നാട്ടിലത്തെ വിവരങ്ങളൊന്നും ഇല്ല പറഞ്ഞു. എന്നാലേ എൻ്റെ വലിയൊരു ചെങ്ങായി ഉണ്ടല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, ഓൻ നബിയാണ് എന്നും പറഞ്ഞിങ്ങാണ്ട് ഇതിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പറഞ്ഞു. വേഗം പെരേ പോയിട്ടൊന്ന് കുളിച്ചു തുണിങ്ങുപ്പായൊക്കെ മാറ്റിയിട്ട് ഇലാ ഹദറത്തി ഹബീബിന റസൂലുള്ളാഹി, മുത്തുനബിയുടെ ഹദറത്തിൽ ചെന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യമാണ്. അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് ഓതിക്കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായാലും ഇസ്ലാമെന്ന് രാജിവെക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും മൂപ്പര് മുന്നോട്ട് പോവില്ല, എന്തായാലും ഒന്ന് രാജി ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു ഒരു ദിവസം. എന്നാൽ അത് മിഅ്റാജിന്റെ പിറ്റേ ദിവസം. മിഅ്റാജിന്റെ പിറ്റേ ദിവസം എന്തായാലും ഒന്ന് സിദ്ദീഖുൽ അക്ബർ രാജിവെക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. കാരണം ഇന്നലെ രാത്രി ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് ബഹ്റുൻ നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരം വിട്ട് കടന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന അതിർത്തിയിലെ എലന്തമരവും കടന്ന് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് മുനാജാത്ത് നടത്തി സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബിയെ കണ്ട് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ മടങ്ങിയെത്തി. അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചെത്തി. ഇതൊക്കെ കൂടി ഇന്നലെ രാത്രി നടന്നു എന്നാണ് പറഞ്ഞത്. ഇന്നെന്തായാലും സിദ്ദീഖ് ഇസ്ലാമെന്ന് പോരുന്ന എല്ലാവർക്കും ഉറപ്പായിരുന്നു. അങ്ങനെ ഖുറൈശികൾ എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഇന്ന് രാവിലത്തെ വർത്താനം കേട്ടോ ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. ഇന്ന് രാവിലെ ഉണ്ടൊരു വർത്താനം പറഞ്ഞിട്ട് അതാ കേൾക്കണ്ട് പറഞ്ഞു. നിങ്ങളൊന്ന് പറയും എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് നിന്നാണ് നീച്ചിട്ട് നമ്മൾ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ ഒരു 10-25 ദിവസമൊക്കെ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം എത്താറുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നാണ്. അവിടെ ചെന്ന് കണ്ടെന്ന് അവിടെ പാർത്തിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടുന്ന് 7 ആകാശം പോയി. അള്ളാനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയ വഴിക്ക് തിരിച്ച് നേരം വെളുത്തപ്പോ അതിന് കിടക്കപ്പായിൽ വന്ന് കിടന്നു എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകെ ഒരു കാര്യമാണ് അറിയേണ്ടത്.
ഇതിൻ്റെ നബി പറഞ്ഞു തന്നെയാണോ എന്നറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ നബി ഇത് പറഞ്ഞു തന്നെയാണോ? ഓല് പറഞ്ഞു പറഞ്ഞത് തന്നെയാണ് പറഞ്ഞു. അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഈമാൻ പറഞ്ഞ സാധനം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സ്ത്രീപക്ഷപാതം, സർവമത സത്യവാദം, അങ്ങനെ ഒരുപാട് സാധനം ഇന്ന് ഭൂമിയിലുണ്ട്. എല്ലാതിൻ്റെയും കാരണം ഒറ്റ ഒന്നാണ്, മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദേഹത്തിൻ്റെയും കാരണം അതന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാവൂല എന്നേ ഉള്ളൂ. വിദേഹത്തിൻ്റെയും കാരണം അതാ. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അടിയും പിടി ഉണ്ടായാൽ 2 മാസമാണ്. ഒന്ന് റമദാൻ മാസവും ഒന്ന് റബീഉൽ അവ്വലാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ അടിയും പിടി ഉണ്ടാകുക 2 മാസമാണ്. റമദാൻ മാസത്തിലെ ആൾക്കാർക്ക് തോനെ കൂലി ഇട്ടല്ല, അപ്പം എങ്ങനെയൊക്കെ ഒന്ന് മുടക്കുക എന്നുള്ളതാണ് പദ്ധതി. റബീഉൽ അവ്വൽ ഇങ്ങനെ ആകുമ്പോൾ ഒരു മുഹറം കഴിഞ്ഞാൽ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന്. ഇലക്ട്രിക്കൽ പോസ്റ്റും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നബിദിനം അനിസ്ലാമികമാകുന്നു. ഒരു സഫറാകുമ്പോഴത്തേന് തുടങ്ങും. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക 2 മാസമാണ്. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അസ്ല്. അതാണ് പോയാൽ അതിൻ്റെ ഒപ്പം സിറാത്ത് പാലം പോകും, ജന്നത്ത് പോകും, നാറ് പോകും, എല്ലാ സംഗതിയും പോകും. അതുകൊണ്ട് കുട്ടികൾക്ക് നബി തങ്ങളെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ് വളരെ ചെറുപ്പം മുതലുള്ള താരീഖ് തന്നെ പഠിപ്പിക്കണം. 6-ാമത്തെ വയസ്സിൽ ആദ്യമായി മുസ്തഫ നബി തങ്ങൾ മദീനയിൽ പോയി. പിന്നീട് 2ാമത് പോയത് 53-ാമത്തെ വയസ്സിലാണ്. 6-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തുടങ്ങണതിൻ്റെ മുന്നുള്ള കാലാണ്. 53-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മ തെറ്റ് തുടങ്ങണ കാലാണ്. ഷുഗറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓർമ്മ തെറ്റങ്ങനെ തുടങ്ങണ കാലാണ് 53. 6-ാം വയസ്സിൽ പോയപ്പോൾ ഉള്ള അനുഭവം 53-ൽ പോകുമ്പോൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറെ അത്ഭുതമുള്ളൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ അപ്പം ഉമ്മ പ്രസവിച്ചതാണ്. ഈ ഇരിക്കണ എല്ലാവരും ഉമ്മാര് പ്രസവിച്ചേക്കാരം. അല്ലാതെ ഇപ്പോൾ പാറൻ്റെ ഉള്ളിൽ നിന്ന് സാലി നബിയുടെ ഒട്ടകം മാത്രമേ വന്നിട്ടുള്ളത്. എല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 3 ആൾക്കാർ അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഉമ്മയും ഉമ്മാൻ്റെ ഉമ്മയും പിന്നെ നഴ്സോ കൂടിയായിട്ട് 4 ആളുണ്ടാവും. ഇല്ലെങ്കിൽ 3 ആൾ എന്തായാലും ഉണ്ടാവും. ഈ 3 ആളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല. എന്നാൽ മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഓർമ്മ ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. 6-ാം വയസ്സോടെ വെക്കട്ടെ, അതിൻ്റെ മുന്നത്തെ തന്നെ ഓർമ്മ ഉണ്ട്. അടുത്തത് ഏതായാലും ഓർമ്മ ഉണ്ട്. 53-ൽ പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ കൂടെയുണ്ട്. മദീനയുടെ അതിർത്തിയിലെത്തുമ്പോൾ പറയാൻ തുടങ്ങി, സിദ്ദീഖേ, ഞാൻ ആടിനെ നോക്കിയത് ആ മലഞ്ചെരുവിലാണ്, ഞാൻ കുട്ടികളോടൊത്ത് കളിച്ചിരുന്നത് ഈ പറമ്പിലാണ്, ഞാൻ നീന്താൻ പഠിച്ചത് ആ കുളത്തിൽ നിന്നാകുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് അപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പേരൊക്കെ ഇങ്ങനെ പറയാണ്. 6-ൽ നടന്നത് 53-ൽ. നബി തങ്ങളുടെ ഓർമ്മ അതിനപ്പുറത്തേക്കും പോകുമെന്നാണ്. ഈ ഓർമ്മക്ക് ബാക്കും ഉണ്ട്, ഓർമ്മക്ക് മുമ്പും ഉണ്ട് എന്നാണ്. ഓർമ്മ ബാക്കിലേക്കും ഓർമ്മ മുന്നിലേക്കും ഉണ്ടാവും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിലേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഇന്ന് രാവിലെ പല്ലേച്ചത് ഇപ്പം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇന്നലെ രാവിലെ പല്ലേച്ചത് ഓർമ്മ ഉണ്ടാവും. മിഞ്ഞാന്ന് പല്ലേച്ചത് ഓർമ്മ ഉണ്ടാവും. 1 മാസം മുമ്പ് പല്ലേച്ചത് ഓർമ്മ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സ്ഥലവും സമയമൊന്നും കറക്റ്റ് ആവില്ല എന്നേ ഉള്ളൂ. നാളെ പല്ലേക്കണമെന്ന് ആലോചിച്ചേക്കാൻ ഓർമ്മ വരും. ഓർമ്മ ബാക്കിൽക്കും ഉണ്ട്, ഓർമ്മ മുന്നിൽക്കും ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് തൻ്റെ ഹിസാബ് ഓർമ്മയിൽ വന്നാൽ അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന് മഹാനായ സയ്യിദുനാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തൻ്റെ അവാരിഫുൽ മആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. വർത്താനം പറയുന്നതിൻ്റെ ഒരു കാരണം ഹിസാബ് ഓർമ്മ വരാത്തതാണ് എന്നാണ് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപാരമായ ഓർമ്മശക്തിയായിരുന്നു. എല്ലാ മനുഷ്യനും മറ്റുള്ള മനുഷ്യരെ മറക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് സിറാത്ത് പാലം. എല്ലാവരും മറക്കുന്ന ഒരു സന്ദർഭമാണ് സിറാത്ത് പാലം. വാപ്പ മക്കളെ ഓർക്കുക പാലം കടന്നതിൻ്റെ ശേഷമുള്ളൂ. മക്കൾ മാതാപിതാക്കളെ ഓർക്കുക പാലം കടന്നതിൻ്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ അസ്ലാണ്. വാപ്പാർക്ക് മക്കളെ ഓർമ്മ വരിക സിറാത്ത് പാലം കടന്നിട്ടാണ്.
ഇമ്മാർക്ക് മക്കളെ ഓർമ്മ വരിക സിറാത്ത് പാലം കടന്നിട്ടാണ്. മക്കൾക്ക് മാതാപിതാക്കളെ ഓർമ്മ വരിക പാലം കടന്നതിന് ശേഷമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, പൊന്നാരൻ നബിയെ, എനിക്ക് മഹ്ശറെ നിങ്ങളൊന്ന് കാണാൻ, ഇനി ഞാൻ എവിടെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു. ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഹൗലുൽ കൗസർ എന്ന പാനീയം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, പൊന്നാർ നബി, എനിക്ക് എന്തായാലും നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല, അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കേണ്ടതെന്ന് ചോദിച്ചോ. പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോകൂല എന്ന് പറഞ്ഞു. ഓരോ മനുഷ്യനും കിടക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പഠിച്ചോനെ ഓനാണ് കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞു കണ്ട് നിൽക്കുന്ന 15 മിനിറ്റ് 30 മിനിറ്റ് ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇവിടെ നിൽക്കട്ടോ, ഒരു 15 മിനിറ്റ് അപ്പം വരട്ടോ പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇജ് വന്നിട്ട് വിളിക്കട്ടോ അറിയും. നമുക്കൊരു 15 മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല, ഒരു 30 മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല. മഹ്ശർ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷമാണ്. മഹ്ശറ എന്ന് പറഞ്ഞത് ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലാണ്. 50,000 കൊല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ നമ്മളെയും കാത്തു നിൽക്കും. അങ്ങനെ നബിക്ക് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയൂല. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈമാൻ തെറ്റൂല. ഈമാൻ പോണതിന് ആകെ ഒരു കാര്യമേ ഉള്ളൂ, മുഹമ്മദ് നബിനെ പഠിപ്പിക്കാത്തതാണ് ഈമാൻ്റെ പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിമർശകന്മാരൊക്കെ മുഹമ്മദ് നബിനെയാണ് വിമർശിക്കുക, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുഹമ്മദ് നബിനെയാണ്. കാരണം ഇസ്ലാമിൻ്റെ തെളിവ് മുഹമ്മദ് നബിയാണ്. ഖുർആനാകുന്നു എന്നതിൻ്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നതാണ്. അല്ലെ ഖുർആനാണെന്നുള്ളതിന് എന്ത് തെളിവുള്ളത്? പരിശുദ്ധ ഖുർആനാകുന്നു എന്നതിൻ്റെ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാകുന്നു എന്നതാണ്. അതുകൊണ്ട് നബിതങ്ങളിൽ വിശ്വാസം വന്നാലേ ഈമാൻ വരുള്ളൂ. അല്ലെങ്കിൽ യുക്തിവാദിയാവും, ലിബറലിസ്റ്റാവും, നിരീശ്വരവാദിയാവും, സർവമതസത്യവാദിയാവും, സ്ത്രീപക്ഷവാദിയാവും, പല സംഭവവും. അതുകൊണ്ടാണെങ്കിൽ എന്ത് വേണം? കുട്ടികൾക്ക് നബിതങ്ങളെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഏറുന്ന കാലമാണ്, കുറയുന്ന കാലമല്ല. എല്ലാ കാര്യവും വിവാദമാവും, അങ്ങനത്തെ ഒരു കാലമാണ്. പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അടുത്ത് വന്നൊരു വിവാദമുണ്ട്. ഒരിക്കൽ ഒരാൾ നബിതങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ്, ലേശം കള്ള്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അത് മേടിച്ചിട്ട് ചോദിച്ചു, അല്ലടാ ഇത് ഇജ്ജ് മറച്ചു പിടിച്ചിട്ട് തന്നെയല്ലേ കൊടുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, ഞാൻ അത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. എന്നങ്ങോട്ട് കാട്ടിക്കാരനാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ്. ഇതുകൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ശരിക്ക് അടച്ചോനെ എന്തെങ്കിലും പറ്റിപ്പോയോന്നാവട്ടോ, ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമില്ല. ഇൻ്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ പറ്റൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ കറക്റ്റാണ്. മറുപടി പിന്നെയാണ്, മറുപടി ഒന്നും ആവശ്യമില്ല. 10,000 ചോദ്യം അതിന് ഉത്തരം പഠിച്ചങ്ങാണ്ട് മുസ്ലിമായി എന്ന് വിചാരിക്കുക. 10,001 ചോദ്യം വരുമ്പോൾ എന്താ കാട്ടുക? ഈമാൻ എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരമൊന്നുമല്ല. മുസ്തഫായ നബിനോട് എത്രണ്ട് താല്പര്യമുണ്ടോ അതാണ് ഈമാൻ. ഇൻ്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈമാൻ കറക്റ്റാണ്. മറുപടി രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഈമാനാണ്. ഇത് നമുക്ക് സ്വഹാബത്തിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹുവിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഉസ്മാൻ റളിയല്ലാഹുവിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ആരെ പരിശോധിച്ചാലും കാണാം. മറുപടി രണ്ടാമത്തെ ഒരു കാര്യം. വേറൊരു പുതിയ വിവാദമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു. നബിയെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിച്ചു. ഇതാണ് സംഭവം. ഇതിപ്പോൾ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക?
ഇടച്ചോനെ ഏത് പെണ്ണായിരുന്നു എന്നാവോ പറ്റിച്ചോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമില്ല. അല്ല, എൻ്റെ നബിൻ്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ, ഈമാൻ കറക്റ്റാണ്. മുഹമ്മദ് നബിയിൽ വിശ്വാസം വരാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ വിശ്വാസം വരൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈമാൻ കൊള്ളാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ ഈമാൻ കൊള്ളാൻ കഴിയൂല. ജൂതന്മാര് കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മുഹമ്മദ് നബിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ജൂതന്മാര് കാഫിറ എന്തേ കാരണം? അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടൊന്നല്ല, ഓല അള്ളാഹു തആലക്കന്നെ ഇബാദത്ത് ചെയ്യണത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ്. യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും ഖബറുള്ളത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹറം ഇബ്രാഹിം എന്നാണ് അതിൻ്റെ അറബിയിലുള്ള പേര്. പള്ളിയുടെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുണ്ട്. അതിനോട് ചേർന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുണ്ട്. അതിനോട് ചേർന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുണ്ട്. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം നൽകപ്പെടാറുണ്ട്. പള്ളിൻ്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ ഖബർ പള്ളിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ പ്രയാസമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല. എന്നാൽ ജൂതന്മാരത് സംരക്ഷിക്കണില്ലേ? എന്താ പോലെ കുഴപ്പം? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ ജൂതന്മാരുടെ അടുത്താണ്. ജൂതന്മാരുടെ തൗറാത്ത് പാരായണം എന്ന പേരിൽ ഇന്ന് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കുറേ ഉണ്ടാവും. അതൊക്കെ ദാവൂദ് നബിയുടെ ഖബറിൻ്റെ അടുത്താണ്. മുസ്ലിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ അവസരം കൊടുക്കാറുണ്ട്. തൗറാത്ത് ജൂതന്മാർ സ്ഥിരമായി, നമ്മളെ പഴയ കാലത്ത് യാമം മുറിയാതെ എന്ന് പറയല്ലോ, 365 ദിവസം 24 മണിക്കൂറും തുടർച്ചയായി ആളുകൾ പാരായണം ചെയ്യുന്ന സ്ഥലമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ള സ്ഥലം. എന്താ വൽക്ക് കുഴപ്പം? മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതാണ് പ്രശ്നം. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയിലുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രിസ്ത്യാനികൾ കാഫിറായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ക്രിസ്ത്യാനികൾ കാഫിറായത് മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതിനാലാണ്. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. അത് കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം. ഇനി വേറെ ഒന്നുണ്ട്, നുബുവത്ത്, റിസാലത്ത്, മുഹമ്മദിയത്ത്. ഇത് മൂന്നാണ്. നുബുവത്തും റിസാലത്തും 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾക്ക് കിട്ടിയത്. മുഹമ്മദിയത്ത് അതിൻ്റെ മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 റസൂലിൻ്റെ ജന്മദിനം അല്ല, നബിയുടെ ജന്മദിനവും അല്ല, മുഹമ്മദിൻ്റെ ജന്മദിനാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നുബുവത്തും റിസാലത്തും ലഭിച്ചിട്ടുള്ളത്. 40 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പുള്ള മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഉമ്മരപ്പടിയുടെ അപ്പുറത്ത് കണ്ട് പോകാം, ഉള്ളിൽ കണ്ട് കിടക്കാൻ പറ്റൂല. 40 വയസ്സ് തികയണതിന്റെ മുന്നുള്ള മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അകത്ത് കടക്കാൻ പറ്റൂല, ഓന് പുറത്തേക്കാം. തന്നെ ഇനി പറഞ്ഞ സംഗതി അറിയണത്. അതുകൊണ്ട് കുട്ടികൾക്ക് നബി തങ്ങളെ നല്ലോണം പഠിപ്പിക്കണം. അതാണ് ഈമാന്റെ അസ്ല് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എല്ലാം പഠിച്ചിട്ടുണ്ട്, നമ്മൾ മറന്നു. ഈ ഇരിക്കണയിൽ ഇപ്പോൾ ആരും മയ്യത്ത് നിസ്കാരം പഠിക്കാത്ത ആളുണ്ടാവില്ല. പക്ഷെ എന്താ പിന്നെ നമ്മൾ മറന്നതിൻ്റെ കാരണം? നമ്മളിങ്ങനെ കൈയ്യെട്ടിയിട്ട് ഒന്നാമത്തത് ഫാത്തിഹയാണ്, രണ്ടാമത്തത് സലാത്താണ് എന്നറിയാം, മൂന്നാമത്തത് ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും മയ്യത്തിന് ദ്വാരക്കാൻ വേണ്ടത്, നാലാമത്തത് ഇപ്പം എന്താ ഒരു പിടുത്തും കിട്ടൂല കൈയ്യെട്ടിയാൽ. പഠിക്കായിട്ട അല്ല, മറന്നു. എന്തുകൊണ്ട് മറന്നു? മറന്നതിൻ്റെ കാരണം 12 വയസ്സിന് മുമ്പ് ഹിഫ്ള് ആക്കൽ മാത്രമാണ് നടക്കുക, ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പഠിക്കൽ നടക്കൂല. നമ്മളൊക്കെ ഈ മലബാറിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടിയിരുന്നു. ഇപ്പോൾ കിട്ടലില്ല. ഇനി സയ്യിദുൽ ഉലമ പറഞ്ഞതിൻ്റെ പേരിലിട്ട് AC വെച്ചു കൊടുത്തെങ്കിലേ ഉള്ളൂ. മുമ്പൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദ്മാർക്ക് തുണിയും കുപ്പായും കിട്ടും.
ഈ തുണിങ്കുപ്പായും കിട്ടുക 8ാം ക്ലാസ്സിൻ്റെ മേലെ പഠിപ്പിച്ച ഉസ്താദിനാണ്. അതെന്താ കാര്യം എന്ന് അറിയങ്ങൾ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗുരുനാഥന്മാരെയാണ് ഓർക്കുക, അല്ലാത്തത് വേഗം മറക്കും. 12 വയസ്സ് കഴിഞ്ഞാലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ പറ്റുക എന്നാണ്. അതിൻ്റെ മുന്നേ പഠിക്കണതൊക്കെ ഒന്നുകിൽ ഉസ്താദ്മാർക്ക് വേണ്ടിയിരിക്കാറ്, അല്ലെങ്കിൽ വാപ്പാർക്ക്, അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂജ കിട്ടും, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പഠിക്കൽ. ജീവിക്കാൻ വേണ്ടി പഠിക്കണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോത്തിന് 2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റൊക്കെ വേണ്ട തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വല്ലാതെ സ്വീപ്പാക്കുന്നുണ്ട്. 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഒന്ന് 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടും, ഒന്ന് 7ലെ സർട്ടിഫിക്കറ്റും കിട്ടും. അതാണെങ്കിൽ ഉസ്താദ്മാർ ഫ്രെയിം ചെയ്ത് കാണ്ടൊരു കൊടുന്നെരിഞ്ഞ് കൊണ്ടുപോയിട്ടാണ് തൂക്കിയാൽ മതി. അത്യാവശ്യം പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ കുട്ടിൻ്റെ വയസ്സറിയാൻ 2 സർട്ടിഫിക്കറ്റ് ധാരാളമായതിനാൽ 7ാം ക്ലാസ്സിന് മുമ്പായിട്ട് പഠനം അവസാനിപ്പിച്ചതാണ് ഓർമ്മയില്ലാത്തതിൻ്റെ കാരണം. ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് എന്നാണ്. അതായത് കുട്ടികൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടത് 4 പ്രധാനപ്പെട്ട സംരക്ഷണങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. 4 സംരക്ഷണങ്ങൾ. 1 ഈമാൻ്റെ സംരക്ഷണം, 2 ഇൽമിൻ്റെ സംരക്ഷണം, 3 അഭിമാനത്തിൻ്റെ സംരക്ഷണം, 4 സമ്പത്തിൻ്റെ സംരക്ഷണം. 4 സംരക്ഷണങ്ങൾ കുട്ടികൾക്ക് മാതാപിതാക്കൾ, ഉസ്താദന്മാർ എല്ലാവരും ഏർപ്പെടുത്തണം എന്നാണ്. 4 സംരക്ഷണം. 1 ഈമാൻ്റെ സംരക്ഷണം. ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മുഹമ്മദ് നബിയിൽ താല്പര്യം ഉണ്ടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഇൽമിൻ്റെ സംരക്ഷണമാണ്. ഇൽമ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. 1 12 വയസ്സിന് ശേഷം പഠിക്കണം. 2 ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം. 3ാം ക്ലാസ് സ്കൂളും 3ാം ക്ലാസ് മദ്രസയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരാൾ 3ാം ക്ലാസ്ക്കേ സ്കൂളിൽ പോയിട്ടുള്ളൂ, 3ാം ക്ലാസ്സേ മദ്രസയും പോയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. എന്നാൽ അള്ളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ഓനോട് ചോദിച്ചാൽ കൈക്കോട്ടും തായിട്ട് തല മാറിയിട്ട് ശേഷം അടുത്തേക്ക് തെളിവ് ഞാനൊക്കിപ്പോൾ പറഞ്ഞുതരാമെന്ന് പറയും. ഓൻ്റെ ഇമ്മം പോവില്ല. എന്താ പ്രശ്നം? പഠിച്ചില്ല എന്നുള്ള തന്നെയാണ് ഇമ്മം പോകത്തിൻ്റെ കാരണം. 2 3ാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, 2 2ാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ആർക്കായി പോണേ? ഈ പോണത് ഭൗതിക പഠനം കൂടുകയും മതപഠനം കുറയുകയും ചെയ്തവർക്കാണ് പോകുക. ഇത് വെറുതെ പറയല്ല. ചിലപ്പോൾ നാളെ കല്ലേറ് കിട്ടുമോ, അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് ഉള്ള മാതിരി പറയാനേ പറ്റുള്ളല്ലോ. ഭൗതിക വിദ്യാഭ്യാസം കൂടുതലും മതവിദ്യാഭ്യാസം കുറവുമായാൽ ഇമം പോണ്ട്. 3ാം ക്ലാസ്സുകാരൊന്നല്ല യുക്തിവാദിയാകണത്, 3ാം ക്ലാസ്സുകാരല്ല ലിബറലിസ്റ്റ് ആകണത്, 3ാം ക്ലാസ്സുകാരല്ല സർവമത സത്യവാദിയാകുന്നത്. പിന്നെ ആരാ? ഭൗതിക വിദ്യാഭ്യാസം. ഞാൻ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരല്ല കേട്ടോ, അനുകൂലമാണ്, വളരെ അനുകൂലമാണ്. അതിനുവേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുമാണ്, ഒരു അഭിപ്രായ വ്യത്യാസം അതിലില്ല. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മതവിദ്യാഭ്യാസം കൂടണം, അല്ലെങ്കിൽ പ്രശ്നമാവും. പല സംശയങ്ങൾക്കും മറുപടി കിട്ടൂല. ഇപ്പം 2 കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ മറുപടി കൂടിയും പറയണം. യാതൊരു പ്രശ്നവും അതിലില്ല, ഹദീസ് നേരെ പഠിച്ചാൽ മതി. ആദ്യത്തെ കാര്യം, നബിതങ്ങൾക്ക് കള്ളുകൊണ്ട് കൊടുന്നു പറഞ്ഞ സംഭവം എന്താ അറിയങ്ങൾ? ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു ചാറ്, ഒരു പാനീയം, ഒരു നീര് ആ കാലത്ത് എല്ലാവരും കുടിക്കൽ പതിവുണ്ട്. അതിനൊരു പേരുണ്ട്. ആ പേര് പിൽക്കാലത്ത് യൂറോപ്യന്മാർ ഒരു മദ്യ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളിനിട്ടിട്ടുണ്ട്. പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. അതേ, അങ്ങനെ ചില പരിപാടി ഉണ്ട് നമുക്ക്. ജന്നത്ത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലത്തിന് പറയുന്ന പേര് ഫിർദൗസാണ്. സ്വർഗത്തിന് 100 ദറജയാണുള്ളത്, അതിലെ ഏറ്റവും വലിയ സ്ഥലമാണ് ഫിർദൗസ്. ഫിർദൗസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് എന്നത്. നമ്മളത് ബാർമ കൊണ്ടുപോയി എഴുതി, ബാറിനാണ് നമ്മളാ പേരിട്ടുള്ളത്. എന്നതുപോലെ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയം അക്കാലത്ത് കുടിക്കൽ പതിവുണ്ട്. ആ പേരിൽ പിൽക്കാലത്ത് യൂറോപ്പിലെ ഒരു മദ്യ കമ്പനി ഒരു മദ്യം പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ആ പേര് നെറ്റിലടിച്ചാൽ ഒരു കള്ളാണ് കാണുക. അത് ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു, ആ ഈത്തപ്പഴത്തിൽ നിന്നുള്ള ഒരു പാനീയം. അതിനെ വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് പുളിപ്പിച്ച് കള്ളാക്കി മാറ്റൽ പതിവുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, സഹോദരാ, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, വെയിൽ കൊണ്ടിട്ടില്ല, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചായിരുന്നു കൊണ്ടുവന്നത് എന്ന് പറയുകയും നബി തങ്ങൾ വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്ന ഈ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഒരു പ്രശ്നവുമില്ല. എന്തേ പ്രശ്നമുള്ളൂ? പഠിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. പഠിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഭൗതിക പഠനം കൂടി വരുന്നതിനനുസരിച്ച് മതപഠനം കൂടിയില്ലെങ്കിൽ പ്രശ്നമാവും. ഇതന്നെ സംഗതി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്യാണം കഴിച്ചിരുന്നു, ഒരു വിവാഹം കഴിച്ചിരുന്നു. 11 വിവാഹം നബി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീയെ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. അവരുടെ വാപ്പ, ഈ ഭാര്യയുടെ പിതാവ്, മോളോട് പറഞ്ഞിരുന്നത് മദീനത്തെ രാജാവിനെ കൊണ്ട് അന്നെ ഞാൻ കെട്ടിക്കാന്നിരുന്നു. അപ്പോൾ പെണ്ണ് സമ്മതിച്ചു. അങ്ങനെ നിക്കാഹ് നടന്നു. നബി തങ്ങൾ ഭാര്യയെ ആദ്യമായി കാണാൻ വേണ്ടി ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അതായത് നബിൻ്റെ ഭാര്യയാണ്, നിക്കാഹ് കഴിച്ച ഭാര്യയാണ്. ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വാപ്പ രാജാവിന് കെട്ടിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് തൃപ്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ നബി തങ്ങൾ നിർദ്ദേശിച്ചു എന്നതാണ് സംഭവം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഒരു കുഴപ്പവും അതിനില്ല. എക്സ്ട്രാ ഡീസൻ്റ് ആണ്. കാരണം ഒഴിവാക്കി വിടുമ്പോൾ ഇരിക്കാനുള്ള തുണിക്കുപ്പായും കൂടിയും കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത് എന്നർത്ഥം. ഇതാണ് സംഭവം. അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുള്ളത് ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ്. നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് കൊണ്ടുവന്നത്. അതിൻ്റെ അപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ്, ഇപ്പുറത്തും ഭാര്യമാരെ കുറിച്ചാണ്. നടുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും അവിടെ ബ്രാക്കറ്റിലൊന്ന് എഴുതി കൊടുത്താൽ പോരെ, അത് നബി തങ്ങളുടെ ഭാര്യയാകുന്നു. അത് ചെയ്യൂല എന്നുള്ളതാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വസ്തത. കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അങ്ങനെ പറയാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എഴുതൂല. അതന്നെ. എന്നാൽ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുന്നത്തെ ഹദീസും നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്, അതിൻ്റെ പിന്നത്തെ ഹദീസും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. അപ്പം ഇങ്ങനെ പഠിച്ചാൽ തീരുന്നതേ വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്യും? സംശയിക്കാനേ നമുക്ക് സമയമുള്ളൂ, പഠിക്കാൻ നേരമില്ല എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പോകാത്തൊരു സാഹചര്യത്തിലാണ് ദീനിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഇൽമിൻ്റെ പരിപാലനത്തിന് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് 12 വയസ്സിന് ശേഷം പഠിക്കണം. രണ്ടാമത്തെ കാര്യം ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളരണം. സ്കൂളിൽ 10 വരെ പോകണുള്ളൂ വെച്ചാൽ മദ്രസയിലും 10 വരെ. അപ്പം ഇനി 10 മിനിറ്റായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. 10 മിനിറ്റ് അപ്പം അത്ര നടക്കാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മദ്രസയിൽ പോകും, ഫാത്തിഹ ഓതും, അപ്പം തന്നെ പിന്നെ സ്കൂളത്തെ വണ്ടി വരും, ആണ് പോകും. അങ്ങനെയായാലും അതെങ്കിലും നടക്കട്ടെ എന്ന്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബറക്കത്തുണ്ടായിരിക്കും എന്നതാണ്. ഇപ്പം നമ്മളെ മഹല്ലത്തിലുള്ള അടിസ്ഥാന മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സ്കൂളിലെ മദ്രസ നടത്തുന്ന ആളാണ്, എൻ്റെ കുട്ടികളവിടെ പഠിക്കണമുണ്ട്. പക്ഷെ മഹല്ലിലെ മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം 100% പരലോകത്ത് കിട്ടാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുത്താണിത്. ഈ സ്കൂള് പരലോകത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടി, ഇവിടുന്ന് എന്തേലും കൊല്ലം തികയുമ്പോൾ കിട്ടണം എന്നുള്ള നിലയിൽ പൈസ കൊടുത്തതാണ്. ആ വ്യത്യാസമായിട്ട് പഠിച്ചാലും ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ലേന്ന്. ചിലതൊക്കെ പറഞ്ഞു തീർക്കലാണ്, മനസ്സിലാകലല്ല. ഇത് 100% ആഖിറത്തിൽ കിട്ടണമെന്ന് കരുതിയിട്ട് ചിറ്റ് കൊടുത്തതാണ്, ചിറ്റ് മുറിച്ചു കൊടുത്തതാണ്. ദുന്യാവൊന്നും കിട്ടാനല്ല, 100% ആഖിറത്ത് കിട്ടാൻ വേണ്ടി കൊടുത്തതാണ്. സ്കൂളിൽ മദ്രസയൊക്കെ ഉണ്ട്, ശരിയാണ്. അരമണിക്കൂറൊന്നല്ല, 3/4 മണിക്കൂറുള്ള 3 പീരീഡ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ സ്ഥാപിച്ച ആളുകളുടെ ഇഖ്ലാസ് ഉണ്ടല്ലോ, അത് ഇതിലേ ഉണ്ടാവുള്ളൂ. മറ്റേത് ആഖിറത്തിൽ കിട്ടിയെങ്കിൽ ആയി, ദുനിയാവെന്ന് കൊല്ലം തെയ്യുമ്പോൾ കണക്ക് കൂട്ടാനുള്ളതാണ് ആ ഒരു വ്യത്യാസം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്,
10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് രാവിലെ ആ കിതാബ് എടുത്തുകൊണ്ട് പോരുന്നുണ്ടല്ലോ, മനസ്സിലുള്ളത് ഞാൻ ഓതാൻ പോവുകയാണ് എന്നാണ്. നിയ്യത്തിൻ്റെ പ്രത്യേകതയാണത്. ഈ സ്കൂളിൽ 2 മണിക്കൂർ കിട്ടിയിട്ടും കാര്യമില്ല, ബുക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ മനസ്സിലുള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് എന്നാണ്. ആ മനസ്സിൻ്റെ വ്യത്യാസമാണത്. ഇങ്ങനെ 2 വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട്. അതുകൊണ്ട് നിലനിർത്തിയേ പറ്റുള്ളൂ നമ്മൾ ഈ സംഗതി. കേരളീയരുടെ ഏറ്റവും വലിയ പ്രത്യേകത 1 പള്ളി, 2 മദ്രസ. പള്ളി ലോകത്ത് എല്ലായിടത്തും ഉണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട ജീവിതമുണ്ട്. അതേസമയത്ത് മദ്രസ കേരളക്കാർക്ക് മാത്രമാണ്. നമ്മൾ കേരളം വിട്ടു പോയാലും മദ്രസ ഉണ്ട്, പക്ഷെ നമ്മളെ മദ്രസ അല്ല. നമ്മളിങ്ങനെ ചിലപ്പം പത്രത്തിലൊക്കെ കാണും, മദ്രസയിൽ റെയ്ഡ് നടത്തി ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ആ ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ പിച്ചാങ്കത്തി കൊണ്ടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് ഈ മദ്രസ അല്ല. റെയ്ഡ് നടത്തി ആയുധം പിടിക്കുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കോളേജുകൾക്കാണ് ഉത്തരേന്ത്യയിൽ മദ്രസ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാക്കിയാത്തുസ്വാലിഹാത്ത്, വേലൂർ ബാക്കിയാത്തുസ്വാലിഹാത്തിൻ്റെ ഒറിജിനൽ പേരെന്താ? മദ്രസത്തു ബാക്കിയാത്തുസ്വാലിഹാത്ത് എന്നാണ്. അതിൻ്റെ പേര് മദ്രസ എന്നാണ്. അവിടെ തന്നെ വേറൊരു കോളേജ് ഉണ്ട്, മദ്രസത്തു ലത്തീഫിയ എന്നാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ വലിയ വലിയ കോളേജുകൾക്ക് മദ്രസ എന്ന് പേരുണ്ട്. ഈ മദ്രസ ഉണ്ടല്ലോ, ഏത് നിക്കരിച്ചാൻ പഠിപ്പിക്കണേ, നോൻപ് എടുക്കാൻ പഠിപ്പിക്കണേ മദ്രസ, അത് നമ്മളെ നാട്ടിലേ ഉള്ളൂ. ഉത്തരേന്ത്യയിലെ മദ്രസയും കോളേജും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശാലമായ പള്ളി ഉണ്ടാവും, 4 കെട്ടുള്ള പള്ളി ഉണ്ടാവും, നടുവിൽ മുറ്റക്കായിട്ടുള്ള വലിയ പള്ളി. പള്ളിയോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും മദ്രസ ഉണ്ടാവും. ആ മദ്രസയിൽ ആകെ ഉണ്ടാകുക തഹ്ഫീദുൽ ഖുർആനാണ്, ഖുർആൻ പഠിപ്പിക്കുക. മൊല്ലാക്കിയും കുട്ടികളും മാത്രം നിസ്കരിക്കും. പള്ളിയുടെ ക്യാൻറ്റീനത്തെ ആൾ പോലും നിസ്കാരം നിർബന്ധമാണെന്ന് മനസ്സിലാക്കണില്ല. നിസ്കരിച്ചണില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിസ്കാരം നിർബന്ധമാണെന്ന് വരെ ഓ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. മൊല്ലാക്കിയും കുട്ടികളും മാത്രം നിസ്കരിക്കും പള്ളി. നമ്മൾ പോകുമ്പോൾ തന്നെയാണ് നമ്മൾക്കുള്ളതൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കാൻ തയ്യാറാവണം. കേരളക്കാർക്ക് എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. എന്ത് വില കൊടുത്തും നമ്മളത് നിലനിർത്തിയേ പറ്റും. 2 മണിക്കൂറിനാണ് കുട്ടികളെ കിട്ടേണ്ടത്, അരമണിക്കൂറിനെ കിട്ടണുള്ളൂ നോക്കുക, വരട്ടേന്ന്. 10 മിനിറ്റിനെ കിട്ടണുള്ളൂ, വരട്ടേന്ന്. AC വെച്ചാലേ 10 മിനിറ്റിന് കിട്ടുള്ളൂ. നിങ്ങൾ AC വെച്ചിട്ട് ആ 10 മിനിറ്റിന് വരുത്തി. അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ വിഷയത്തിലും ഇപ്പം എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. മുഴുവൻ ഞാൻ പറഞ്ഞ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് എന്നോട് യോജിപ്പാന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഒരു 10 മിനിറ്റാണ് വരുന്നത് വെച്ചാൽ ആ 10 മിനിറ്റ് വന്ന് ഫാത്തിഹ കഴിഞ്ഞ് മുസാഫ് മറിച്ചപ്പോത്തിന് ഓല് പോയി പോട്ടേന്ന്. ആ വന്നതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അതുണ്ടാവും. അതിൻ്റെ ഒരു ബർക്കത്ത്, അവിടെ ആ ഇരുന്നതിൻ്റെ ഒരു ബർക്കത്ത് അതേതായാലും ഉണ്ടാവും. കാരണം 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അത് ഉണ്ടാക്കിയവരുടെ ഇഖ്ലാസ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത്, വരുമ്പോഴുള്ള മനസ്സിൻ്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എത്ര പൈസ ചിലവാക്കിയിട്ട് നടത്തുന്ന സ്ഥാപനമാണെങ്കിലും ഇതിനല്ലാതെ കിട്ടില്ല. അതുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. 12 വയസ്സിന് ശേഷം 7 ശേഷം കുട്ടികളൊക്കെ പഠിപ്പിക്കണം. 1-ാം ക്ലാസ്സിൽ 50 കുട്ടികൾ ചേർന്നാൽ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 5 കുട്ടികളായി ചുരുങ്ങുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇന്ത്യയിൽ തന്നെ ശിശുമരണം വളരെ കുറവാണ്. കേരളത്തിൽ അതിൽ വളരെ പറ്റ കുറവാണ്. മരിച്ചതല്ല, വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. 50 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 5 കുട്ടികളാണ്. ബാക്കി പല കാരണം പറഞ്ഞാണ്ട് കൊഴിഞ്ഞു പോവുകയാണ്. സ്കൂളിൽ പഠിക്കാണ്ട്, എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ അങ്ങനെ പറയും. അതുകൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പരിപാലിക്കുക കൂടി വേണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇൽമിൻ്റെ പരിപാലനം. അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, 12 വയസ്സിന് ശേഷം പഠിക്കണം. രണ്ടാമത്തേത്, ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം മതവിദ്യാഭ്യാസം പഠിക്കണം. സംവിധാനം ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. പഠിക്കാൻ ഒരു സംവിധാനം ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട യൂട്യൂബ് അവറുകൾ എന്ന സംവിധാനമുണ്ട്. അതിലടിച്ചാൽ കിട്ടും. സാലിം ഫൈസിന്ന് അടിച്ചാൽ മതി, കിട്ടും. സംവിധാനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞമ്മക്കതിന് തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. തയ്യാറുണ്ടോ? സംവിധാനങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലുമുണ്ട്. സമസ്തൻ്റെ ലേണിംഗ് സംവിധാനം വരുന്നുണ്ട്. മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ, എന്നാൽ ലേണിംഗ് ഉണ്ട് എന്ന് അതിൽ കൂടാന്ന് ഇവിടെ ഉള്ളവർ വിചാരിക്കേണ്ട. മദ്രസ ഇല്ലാത്തടത്തേക്കുള്ളതാണ്. ഒരു മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ, മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ലേണിംഗ്.
ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാവിയിൽ മറ്റു മലയാളം മീഡിയം, ഉറുദു മീഡിയം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ തയ്യാറില്ലാത്തത് മാത്രമാണ് പ്രശ്നമുള്ളൂ. അതുകൊണ്ട് തയ്യാറാണ്. മൂന്നാമത്തെ കാര്യം, അഭിമാനത്തിൻ്റെ പരിപാലനം പഠിപ്പിക്കണം കുട്ടികളെ. അഭിമാനം പരിപാലിക്കുക ആയിപ്പെട്ടതാണ്. സ്വഭാവം, പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും ആയിപ്പെട്ടതാണ്. കുട്ടികൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കണം. അഭിമാനമതിന് ക്ഷതം വരും വെള്ളം കുടി, എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ്റെ അഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കല്യാണത്തിന് ചെന്നു, VIP-കൾക്ക് വേറൊരു പന്തലുണ്ട്, സാധാരണ എന്നെ പോലത്തെ ആൾക്കാർക്ക് വേറൊരു പന്തലുണ്ട്. രണ്ടൊന്നും ചോറിക്കാൻ പറ്റില്ല. കാരണം അത് അഭിമാനമില്ലാത്ത പരിപാടിയാണ്. അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വൈകുന്നേരത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീടിക കയറി. അപ്പോൾ വേറെ 1-2 ആൾക്കാരുണ്ട്. എന്താ കടിയുണ്ടെന്ന് ചോദിച്ചു. എന്താ അവിടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഷവർമ ഉണ്ട് പറഞ്ഞു. ആ എന്നാൽ ഷവർമ കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഷവർമ കൊടുന്ന് ചായയും ഷവർമയും കൂടി ഇങ്ങനെ തിന്നുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് കൊടുന്നു കൊടുത്ത മയോണീസിൽ മഴ പെയ്തപ്പോൾ വെള്ളയിക്കണം. മയത്ത് കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇതപ്പോൾ കേട്ട പിന്നെ ആ സാധനം തിന്നാൻ പാടില്ല. അത് മനുഷ്യൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയ ആ സാധനം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. രണ്ടാമത് കൊടുന്നതിലേ മയത്ത് കൂടി കൊടുന്നപ്പോൾ എന്തായിട്ടുണ്ട്, ഒന്നായിട്ട് ചോർന്ന് വലിച്ചിരിക്കണേ. പിന്നെ ആ സാധനം, അത് മനുഷ്യൻ്റെ അഭിമാനം കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല. ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം. എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ്. നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നും എന്നുള്ളതാണ് പരിപാടി. ഇതൊക്കെ നമ്മൾ ഓസി കിട്ടിയാൽ അങ്ങനെ വെറുതെ ഇട്ടണ എന്തുണ്ട് അവിടെ പോയി തിരക്കുക, അങ്ങനെയൊക്കെയാണ്. ഈ വെറുതെ ഇട്ടണോടത്ത് ഇങ്ങനെ തിരക്കണ പണിയൊക്കെ നമ്മൾ കുറച്ചൊന്ന് നിർത്തണം. ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കുകയല്ല കേട്ടോ. പക്ഷേ ഈ BPL കാർഡിന് അപേക്ഷ കൊടുക്കണത് എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകണില്ല. ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സമ്പന്നനായി തരാം, നിന്നെ മുതലാളിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാം, ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നാൽ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം. കാരണം അതിനുള്ള അപേക്ഷ കൊടുക്കണ്ടേ. ദരിദ്രനാക്കി തരാം ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ആ അപേക്ഷയിട്ട് കാത്തിക്കുക നമ്മൾ. അഭിമാനമില്ലാത്ത ഓരോ പരിപാടി എന്നല്ല എന്താ. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം എന്ന് അതാ ഈ പറഞ്ഞേ. അവനാൻ്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം. അഭിമാനമാണ് സ്വഭാവം. മനുഷ്യൻ്റെ അഭിമാനമാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം, ബാപ്പിയും ഉമ്മയും വളരെ അഭിമാനത്തോടു കൂടെ ജീവിക്കണം. അപ്പോൾ കുട്ടികളും അഭിമാനികളായി മാറും. ഇതന്നെ സംഗതി. നാലാമത്തെ കാര്യം, സമ്പത്തിൻ്റെ പരിപാലനത്തെ പഠിപ്പിക്കണം. സമ്പത്ത് പരിപാലിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, സ്വതക്ക കൊടുത്താൽ മതി. തോന കാര്യം ചെയ്യണ്ട. ധനം പരിപാലിക്കാൻ, സമ്പത്ത് പരിപാലിക്കാൻ ആകെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, സ്വതക്ക കൊടുത്താൽ സമ്പത്ത് പരിപാലിക്കപ്പെടും. ഞാൻ ഇപ്രാവശ്യം ഉംറക്ക് എന്ന സമയത്ത് മദീനയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടു. ഒരു റോഡ് സൈഡിലെ ഹൈവേൻ്റെ സൈഡിൽ തന്നെ വിശാലമായ ഇളം ചുവപ്പ് പെയിൻ്റടിച്ച വലിയ 2 ബിൽഡിങ്ങാണ്. ആ ബിൽഡിംഗ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ് എന്ന് എഴുതി. അപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു, അസ്ലമിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്, ഇവിടുത്തെ വേറെ ബിൽഡിങ്ങുമെന്ന് ഇങ്ങനെ കാണാനില്ലല്ലോ പറഞ്ഞു. അപ്പോൾ അസ്ലം അതിൻ്റെ കഥ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വലിയ ഒരു ഈത്തപ്പനത്തോട്ടം പഴയ കാലത്ത് വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈത്തപ്പനക്കൊക്കെ വയസ്സായി, കായൊക്കെ കിട്ടൽ മാറി. കുറേ കഴിഞ്ഞപ്പോൾ കുറേ കൊഴിഞ്ഞുപോയി, കുറേ കരിഞ്ഞുപോയി, കുറേ കത്തിപ്പോയി, കുറേ കടപുഴയ്ക്ക് വീണു, ബാക്കിയുള്ളത് മുറിച്ച് ഒഴിവാക്കി. അങ്ങനെ ഭൂമി മാത്രമായി. അപ്പോൾ സൗദി ഗവൺമെൻറ് അതിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരെഴുതി വെച്ചു. പേരെഴുതി വെച്ചു എന്നുള്ളതിൽ വലിയ അത്ഭുതം തോന്നൂല നമുക്ക്. അത്ഭുതം എന്താണെന്ന് അറിയങ്ങൾ, അതിൻ്റെ ആധാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് അത്ഭുതം. ഞാൻ അതിലേറെ അത്ഭുതമുള്ളൊരു കാര്യമുണ്ട്. സൗദി നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നും അതിൽക്കാണ് വാടക പോണത് എന്നുള്ളതാണ് അത്ഭുതം.
സമ്പത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്. അതിന് ഉസ്മാൻ റളിയല്ലാഹുവിനെ പഠിച്ചാൽ മതി. ഈ ഉസ്മാൻ റളിയല്ലാഹു എന്ന് പറഞ്ഞ ആളെ മദീനക്കാരനല്ല, മക്കക്കാരനാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 2 കയ്യും വീശിങ്ങാണ്ട് ഹിജ്റ പോയ ആളാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സമ്പത്തിൻ്റെ പരിപാലനം എപ്പോഴാണ് ഉണ്ടാകുക നമ്മൾ ശരിക്കും പഠിക്കണം. ഹിജ്റ പോയി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നു. മുത്തുനബിയുടെയും സഹാബത്തിൻ്റെയും കൂടെ താമസമാക്കി. ഒരു ദിവസം നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വാതറയാണ്. സഹാബത്തെ, നമ്മൾ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ്, അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം. നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും, അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എൻ്റെ വക നൽകാം നബിയേ എന്ന് പറഞ്ഞു. ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരുത്തി. നബി തങ്ങൾ 2ാമത് വായ തുടങ്ങി, സഹാബത്തെ, എല്ലാവരും കാര്യമായി സഹായിക്കണം, യുദ്ധത്തിന് ഇനിയും പണം വേണം, ധാരാളം പണം ആവശ്യമുണ്ട്, പൊതുഖജനാവിൽ പൈസയൊന്നും ബാക്കിയില്ല. നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വേഗത്തിൽ പുറപ്പെട്ടില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും. അവർ മദീനയെ ആക്രമിച്ചാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ റോഡ് സൈഡിൽ നിറഞ്ഞു കവിയും. അതുകൊണ്ട് പോകൽ അനിവാര്യമാണ്, എല്ലാവരും വീണ്ടും പൈസ തരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 2ാമത് നീച്ചു, നബിയെ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ പിന്നെയും തരാറുണ്ടോ? ഈ ആളാരാന്നറിയങ്ങൾ? മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് പോയ മുഹാജിറാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തേ മൂപ്പർക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രം ഉണ്ടായത്? അതിനൊരു ഉത്തരമുള്ളത്, കൊടുക്കാനുള്ള മനസ്സുണ്ടായതുകൊണ്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടായി. കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ പൈസ ഉണ്ടാവില്ല. കീശയ്ക്ക് ഇങ്ങനെ ഊതും. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞേണ്ടി വരും, ഇവിടെ വെള്ളമൊക്കെ മേടിച്ചോളി എന്ന് പറയേണ്ടി വരും, സംഗതി ഉണ്ടാവില്ല. അങ്ങനെ ആവും. പൈസ ഉണ്ടേ, കൊടുക്കാനുള്ള മനസ്സുണ്ടോ? കൊടുക്കാനുള്ള, ഞാൻ കൊടുക്കാത്ത അതുകൊണ്ടല്ലോ കേട്ടോ, ഞാൻ ഇപ്പോൾ കൊടുത്താൽ അതൊരു ഫോർമാലിറ്റീസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. വെറുതെ വേണ്ടാത്തതിന് നിൽക്കണ്ടല്ലോ വെച്ചിട്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. അതൊരു ഫോർമാലിറ്റീസിന് കാട്ടാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചതാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ട്. ഉസ്മാൻ റളിയല്ലാഹു വേറെ പ്രത്യേകത ഉണ്ട്. നബി തങ്ങളുടെ റുഖിയ ബീവി എന്ന മകളെ ഉസ്മാൻ റളിയല്ലാഹു കല്യാണം കഴിച്ചു. നബി തങ്ങൾക്ക് സമയത്ത് 7 മക്കളുണ്ടായിരുന്നു. അതിൽ റുഖിയ ബീവിയെ ഉസ്മാൻ റളിയല്ലാഹു കല്യാണം കഴിച്ചു. റുഖിയ ബീവി വഫാത്തായി. ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുഖിയ ബീവി വഫാത്താകുന്നത്. പിന്നെ നബി തങ്ങളുടെ വേറൊരു മകളായ ഉമ്മു കുൽസൂമിനെയും ഉസ്മാൻ റളിയല്ലാഹു തന്നെ കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും ദീർഘകാലം ജീവിച്ചില്ല. ഉമ്മു കുൽസൂം മരണപ്പെട്ടപ്പോൾ നബി തങ്ങളൊരു വർത്താനം പറഞ്ഞു, എനിക്ക് ഒരു മകളെയും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. പെൺകുട്ടികൾക്ക് പുതിയാപ്പളനെ അന്വേഷിക്കുമ്പോൾ ഉസ്മാനെ പോലെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ശരിക്കും എന്താ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത? ദാനധർമ്മത്തിനുള്ള മനസ്സുണ്ടായിരുന്നു എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത. ദാനശീലനാണ്. സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കുട്ടികൾക്ക് ദാനശീലം പഠിപ്പിക്കണം. എങ്ങനെ ദാനശീലം പഠിപ്പിക്കാം? ഉച്ചക്ക് ചോറ് കഴിച്ചാണ്ട് ഇങ്ങനെ പെരയിൽ ഇരിക്കുകയാണ്. ഉച്ചക്ക് നല്ല ചോറും മത്തം കൂട്ടാനും മീൻ പൊരിച്ചതും നല്ല എത്ര പോകുന്ന വാഴയ്ക്കൊക്കെ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി. അതിൽ മോനെ വിളിച്ചു, ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുക്ക ഇവിടെ വന്നാ, ഏതോ ഒരു ചെങ്ങായി വന്നിട്ടുണ്ട് അവിടെ, ബാപ്പോടെ ഇല്ലയെന്ന് പോയി പറഞ്ഞോളാന്ന് പറഞ്ഞു. ഓൻ ചെന്നുകണ്ടത് പറഞ്ഞു, അയാളെങ്ങനെയാണ് പോവുകയും ചെയ്തു. ഇതൊരു പഠിപ്പിക്കലാണ്. വേറൊരു പഠിപ്പിക്കലുണ്ട്. ഉച്ചക്ക് ചോറ് കഴിച്ചാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി. ഓൻ്റെ അടുത്ത് ഒന്നുമില്ല. വല്യമ്മക്ക് ഗോരോജനാദി ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ചതിന് ഒരു 5ൻ്റെ കോട്ടൺ ഉറുപ്പിക എടുത്തു. മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ബാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ലടാ, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വന്നതല്ല അയാൾ. വെറും കൈയോടെ മടക്കണത് ശരിയല്ല. വാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാൽ 2ാമത്തത് പടി.
അതാണ് പഠിപ്പിക്കലാണ് സമ്പത്തിന്റെ പരിപാലനം എന്നത്. സമ്പത്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ദാനശീലം ഉണ്ടാക്കി തീർക്കലാണ്. ഏതൊക്കെ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഞാൻ പല നാട്ടിലും ചെല്ലുമ്പോൾ നോക്കലുണ്ട്, വലിയ വലിയ വീടുകൾ കാണുന്ന ഏതൊക്കെ പ്രദേശം ഉണ്ടോ അവിടെയൊക്കെ ദാനശീലർ കൂടുതലായിരിക്കും. 7 തലമുറ കഴിയുന്നതിന് മുമ്പായി 10 ഇരട്ടി തിരിച്ചു നൽകുമെന്നാണ് ദാനത്തിന്റെ പ്രത്യേകത. എവിടെ പറഞ്ഞു? ഖിദർ അലൈഹി ഇസ്ലാമും മൂസ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോൾ മതില് നന്നാക്കി കൊടുത്തു. ഖിദർ അലൈഹി ഇസ്ലാം മതില് നേരാക്കി കൊടുത്തു അൽ കഹ്ഫിലുള്ള. മൂസ നബി അലൈഹി ഇസ്ലാം ചൂടായി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കരാറ് പറഞ്ഞുകൊണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ ഒജീനം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളോട് മുണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ഖിദർ. അങ്ങനെ ഏതായാലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. അവസാനം പിരിയുമ്പോൾ പറഞ്ഞു കൊടുത്തു, ഞാൻ ആ മതില് നേരാക്കിയില്ലേ, അത് അങ്ങാടിയിൽ താമസിക്കുന്ന യത്തീം കുട്ടികളുടെ മുതലാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് അവർക്കുള്ള ഒരു നിധി ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളിടത്ത് അതിൻ്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, ഈ കുട്ടികളുടെ നേരെ വാപ്പാനെ കുറിച്ചല്ല ആ പറഞ്ഞത്, 7ാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നു ആ പറഞ്ഞത്. 7 തലമുറ കഴിയുന്നതിന് മുമ്പായി 10 ഇരട്ടി കൊണ്ട് അള്ളാഹു തിരിച്ചു നൽകും എന്നതാണ് ദാനധർമ്മത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സമ്പത്തിന്റെ പരിപാലനം എന്നാൽ ദാനശീലം പഠിപ്പിക്കലാണ്.